2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ആ 2 ദിവസത്തിനകം ഒരു CPM-ൽ നിന്ന് വന്ന ഭാസ്കരൻ ഉണ്ണിക്ക് നമ്മുടെ BJP ചിഹ്നം കൊടുക്കാനും സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും നമുക്ക് ഫോട്ടോ എല്ലാം എല്ലാവരും കണ്ടു കാണും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു. കാലാകാലങ്ങളായി BJP എന്ന് പറഞ്ഞു BJPയുടെ കൊടിയും പിടിച്ച് BJPയിൽ തന്നെ നിൽക്കുന്ന ഒരു മെമ്പറിനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ 2 ദിവസമായി പാർട്ടിക്ക് വന്ന ഒരാളെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും BJP മാലയിട്ട് സ്വീകരിക്കാനും അതാണോ നമ്മുടെ ദൗത്യം? എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ കേന്ദ്രത്തോട് തന്നെ ഇത് ചോദിക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് മാത്രമാണ് ഞാനത് ചോദിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട ഒരു വാർഡ് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് ജയിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ എൻ്റെ നേതൃത്വം പറയണമായിരുന്നു നിങ്ങൾ നിൽക്കണ്ട, ഇതൊന്നും പറയാതെ എന്നെ അവഗണിച്ച വാർഡിൽ ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷമായി താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന BJPയുടെ വാർഡ് മെമ്പറായ ശ്രീ വസന്ത ബാലചന്ദ്രൻ അത്തരമൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അത് കണ്ടതും അത് സ്വീകരിക്കപ്പെട്ടതും. പക്ഷേ ഇന്നിപ്പോൾ തൃക്കോവിൽവട്ടം ഈ ഗ്രാമപഞ്ചായത്തിലെ അതേ വാർഡിൽ കഴിഞ്ഞ 25 വർഷം ആ ഗ്രാമപഞ്ചായത്തിൽ BJP ചിഹ്നത്തിൽ ജയിച്ചു വന്ന ശ്രീ വസന്തകുമാരി ഇപ്പോൾ ഇവിടെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ നോമിനേഷൻ കൊടുത്തിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷേ നോമിനേഷൻ കൊടുത്തത് താമര ചിഹ്നത്തിൽ മത്സരിക്കാനല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോൾ ശ്രീ വസന്തകുമാരി അടുത്ത് ചോദിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ 25 വർഷത്തെ ഒരു മെമ്പറാണ്. 2000 തൊട്ട് 2025 വരെ BJPയുടെ ചിഹ്നത്തിൽ തന്നെ, അതായത് താമര ചിഹ്നത്തിൽ തന്നെ വിജയിച്ചവളാണ്. പക്ഷേ ഇപ്പോഴും എന്നോട് ആലോചിക്കാതെയോ എന്നെ ഒരു കമ്മിറ്റിക്ക് വിളിക്കാതെയോ, അത് നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, വിളിക്കാതെയോ അവരുടേതായ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ തീരുമാനം അനുസരിച്ചാണ് ഇപ്പോൾ അവർ ഒരു സ്ഥാനാർത്ഥി ബൈജു പുതുച്ചിറയെ നിർത്തിയിരിക്കുന്നത്. ബൈജു പുതുച്ചിറ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മകൻ്റെ പ്രായത്തിലുള്ള ഒരു പയ്യനാണ്. പുതിയ സ്ഥാനാർത്ഥി എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമോ? അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ആക്ഷേപം ഉന്നയിച്ചാലും ഞാനങ്ങ് സഹിക്കും. ഒരു അമ്മയായാൽ സഹിക്കണ്ടേ? അത് കണക്ക് ഞാനങ്ങ് സഹിക്കുകയാണ്. സഹിക്കുന്നു പറഞ്ഞാൽ അവർ കൈരളി ചാനലിൽ പറയുകയുണ്ടായി 2 വസന്ത വന്നാലും ജയിക്കത്തില്ല. പിന്നെ പല വ്യാഖ്യാനങ്ങളും. കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും? എൻ്റെ കുടുംബ സ്വത്തല്ല BJP എന്ന് പറയുകയുണ്ടായി. എൻ്റെ കുടുംബ സ്വത്തായിട്ട് തന്നെയാണ് ഞാൻ BJPയെ കണ്ടിരുന്നത്. പക്ഷേ ഇനിയും മേൽഘടകങ്ങൾ എന്തോ പറയുന്നു അതൊക്കെ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ കീഴ്ഘടകമാണ് എന്നെ ഈ വിധം ഇങ്ങനെ അപഖ്യാതികൾ. ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഒരുപാട് തിക്ത അനുഭവങ്ങളും ഇതിനൊക്കെയുള്ള ഉണ്ടാവുമല്ലോ, ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പല കാര്യങ്ങളും കേൾക്കുകയുണ്ടായി. അതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ അതൊന്നും എൻ്റെ ഇതിലെടുക്കുന്നതും. ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ക്ഷണം ഉണ്ടായോ? അവരെ പാർട്ടി ചേരണമെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പറയുകയുണ്ടായി, ചേച്ചി ഞങ്ങളോട് വാ എന്ന് പറഞ്ഞു. ഞാൻ പോകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു ചേച്ചി വരാനല്ല പറഞ്ഞത്, ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് അതാണ് അവർ പറയുന്നത്, അല്ല രാഷ്ട്രീയ മെച്ചല്ല. കോൺഗ്രസ്സുകാരും പറഞ്ഞു ചേച്ചി എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, എൻ്റെ വാർഡിലെ ജനങ്ങളാണ് എനിക്ക് വലുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ 25 വർഷം ഈ വാർഡ് ഭരിച്ചിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന ഒരു അംഗമെന്നുള്ളതിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം വന്ന് ഇടപെടുകയോ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് ജില്ലാ പ്രസിഡന്റാണ് കത്ത് കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കാനും ഒക്കെ ജില്ലാ പ്രസിഡന്റിനാണ് ഞാൻ കത്ത് കൊടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കൊടുത്തിട്ട് ഇന്ന് പറയാം നാളെ പറയാമെന്ന് പറഞ്ഞ് ഇന്ന് നോമിനേഷൻ കൊടുക്കുകയുണ്ടായി. പക്ഷേ 2 ദിവസത്തിന് മുമ്പ് വരെ എനിക്ക് ഒരു കത്തും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ താമസിച്ചാണ് ഫ്ലക്സുകളൊക്കെ ഇവിടെ ശരിയാക്കാൻ കൊടുത്തേക്കുന്നത്. അപ്പോഴും പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിൽക്കുന്നില്ലെന്ന്. ഞാൻ നിൽക്കുന്നതാ നോമിനേഷൻ കൊടുത്തപ്പം അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ നോമിനേഷൻ ജില്ലാ പ്രസിഡന്റ് ഭാഗത്തൊക്കെ അത്ര ഉദാസീനമായ സമീപനമാണോ ഉണ്ടായത്? ഇത്രയും മുതിർന്ന ഒരു അംഗത്തിനെ എങ്ങനെ പരിഗണിക്കണം, അതല്ലെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ജില്ലാ പ്രസിഡന്റിന് വീഴ്ച വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കീഴ്ത്തട്ട് എങ്ങനെയാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മളെ കീഴ്ത്തട്ട് എങ്ങനെയെന്ന് ജില്ലാ പ്രസിഡന്റ് അറിയണം. എന്നാൽ മാത്രമേ ഇവിടെ BJPക്ക് ഒരു നേതൃത്വ
സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലയിൽ ഒരു BJP പ്രവർത്തകനായിരുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പക്ഷേ മരണത്തിന് പല കാരണങ്ങളുണ്ടാവുമെങ്കിലും ഇന്ന് മറ്റൊരു മഹിളാ മോർച്ചയുടെ നേതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു. ഇത്തരം കാലഘട്ടങ്ങളാണ് ഇപ്പോൾ പാർട്ടിയുടെ സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ആകുമ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മുൻകാലങ്ങളിൽ പാർട്ടിക്ക് ഈ ജനപ്രതിയാകാൻ ഒരു മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാതിരുന്ന കാലഘട്ടത്തിലല്ലേ അങ്ങ് മത്സരിക്കുന്നത്? ഞാൻ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എവിടെല്ലാം ഓടി നടന്നാണ് അന്നത്തെ കാലത്ത് ഓരോ സ്ഥാനാർത്ഥികളെയും നമ്മൾ തിരഞ്ഞെടുപ്പിൽ നിർത്തുന്നത്. മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പല പ്രവർത്തകരെയും സ്വീകരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പല പ്രവർത്തകരെയും സ്വീകരിക്കാനായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മളോട് വരണം, നമുക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വം വെക്കണം, BJPയുടെ സ്ഥാനാർത്ഥിത്വം വെക്കണം, താമരയിൽ നിൽക്കണം, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞാൻ പോയി മീയണ്ണൂർ, അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു, മീയണ്ണൂർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തകർ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ആ കുട്ടിയെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം, ആ കൊച്ചിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അനുസരിച്ച് ആ കൊച്ചു നിൽക്കുന്നുണ്ട്, ആ കുട്ടിയും നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് എന്നെ തരം താഴ്ത്തിയത്. അത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും. എങ്കിലും അവർ പക്ഷേ എന്നെ ആക്ഷേപം പറഞ്ഞാൽ ഞാനത് പ്രതികരിക്കാതിരിക്കണം. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പ്രതികരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് കഴിഞ്ഞ 25 വർഷം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന അവിടെ വസന്തം വിചാരിച്ച വസന്തകുമാരി വാർഡ് മെമ്പറാണ് നമ്മളോടൊപ്പോൾ. മുൻകാലങ്ങളിൽ BJPക്ക് വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ സ്ഥാനാർത്ഥി കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മാനസികമായി മനുഷ്യന് മറ്റു പല കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങളിൽ കൂടി ആത്മഹത്യകൾ ചെയ്യുകയും ആത്മഹത്യ പ്രേരണകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അത് പാർട്ടി സീറ്റ് കിട്ടാത്ത അതിൻ്റെ കാരണമാണെന്നാണ് പരക്കെ ഒരു പ്രചരണം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അത്രയ്ക്കും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം മുതിർന്ന അംഗങ്ങളെ പരിഗണിക്കേണ്ടതായിരുന്നു, പരിഗണിക്കും. അല്ലെങ്കിൽ പാർട്ടിയുടെ താഴെക്കട്ടിലുള്ള നേതാക്കന്മാരിൽ സംഭവിച്ച പിഴവാണ് എന്നാണ് ശ്രീ വസന്ത മെമ്പർ പറയുന്നത്. അതേപോലെ അവർ പാർട്ടി വിട്ടു പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതേ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ സേവനം 25 വർഷം പാർട്ടി ലേബലിൽ മത്സരിച്ച് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഈ വാർഡിൽ ചെയ്ത സേവനങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. അതിന് അവിടുത്തെ ജനങ്ങൾ 25 വർഷം ആ വാർഡിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ജയിച്ചു വന്ന ശ്രീ വസന്ത മെമ്പറുടെ ആ ജനപ്രതി എന്ന നിലയിൽ ഇനിയും അത്തരം ജനങ്ങൾ അംഗീകരിക്കും, തെരഞ്ഞെടുക്കപ്പെടും. അത്തരത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നൊരു വാർഡ് മെമ്പറായിട്ട് വരും എന്ന് തന്നെയാണ് ശ്രീ വസന്ത മെമ്പർ പറയുന്നത്. എന്തായാലും പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്, ജില്ലയിലുള്ള മുതിർന്ന കാര്യകർത്താക്കളും ജില്ലാ പ്രസിഡന്റും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മുതിർന്ന പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ അതൊരു BJP പ്രവർത്തകർക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെല്ലാവരും ഒന്ന് അറിയണം. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്ത ഒരു മെമ്പറല്ല. ആണെങ്കിൽ ജനങ്ങൾ പറയട്ടെ, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാനും എൻ്റെ കൂടെ ആൾക്കാർ അതും ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. ആൾക്കാർ വരുന്നവരെ ഭീഷണിപ്പെടുത്തിയേക്കുക, നിങ്ങൾ പോവരുതെന്ന്. അങ്ങനെയും ഉണ്ട് എൻ്റെ വാർഡിൽ. നിങ്ങൾ പോകരുത്, അവർക്ക് പേടി, എൻ്റെ കൂടെ വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ വല്ലതും പറയുമോ. അങ്ങനെ ഒരു ഭീഷണി സ്വരത്തിൽ എൻ്റെ വാർഡുകാർ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഞാൻ നോമിനേഷൻ കൊടുത്തു, ഞാൻ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ,